എടാ ഗിരി, ആ ഡോറ് തുറന്നേ. ഗിരി ഡോറ് തുറന്നതും ഒരു ചക്ക വീഴുന്ന സൗണ്ട് കേട്ട് ഞെട്ടി താഴേക്ക് നോക്കി. അത് കണ്ട് ഗിരി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താടാ, എവിടെയാ ചക്ക വീണേ? പാർമ വെപ്രാളത്തോടെ ഹാളിലേക്ക് വന്നു. അവിടെ നിലത്തിരുന്ന് നടുവും തിരുമ്മി ഗിരിയെ നോക്കി ദഹിപ്പിക്കുന്ന പവിനെ കണ്ട് ഓടി പവിനെ എണീപ്പിച്ചു. എന്നതാ കൊച്ചേ പറ്റിയേ? എങ്ങനെയാ വീണേ? അത് ഞാൻ ബെല്ലടിച്ചിട്ട് ഡോറിലൊന്ന് പുറംതിരിഞ്ഞ് ചാരി നിന്നതാ. ഗിരിയേട്ടൻ വന്ന് വാതിൽ തുറന്ന് ഞാൻ വീണു. അത്രേ പറ്റിയുള്ളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണ്ടേ? ചെല്ല്, പോയി ഫ്രഷായിട്ട് വാ. അത് പറഞ്ഞ് ഗിരിയെ നോക്കി പേടിപ്പിച്ച് പവിയും പാറുമയും പോയി. പവി ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഒരു ഫയൽ ചെക്ക് ചെയ്യുന്ന നീലിനെ കണ്ടു. അതെ, ഇയാളപ്പോൾ കോളേജിലായിരുന്നു. നീ എന്നെ എവിടെ വെച്ചാണ് കണ്ടത്? ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ നീൽ ചോദിച്ചു. കോളേജിൽ. അപ്പം ഞാൻ എവിടെ ജോലി ചെയ്യണേ? കോളേജിൽ. പിന്നെന്തിനാ ചോദിച്ചേ? ഓ, അറിയാതെ ചോദിച്ചു പോയതാ. അതും പറഞ്ഞ് നടുവും തിരുമ്മി പവി പോവാൻ തുടങ്ങി. ഡി, നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ എല്ലാവരോടും പറഞ്ഞു? ഇല്ല, ഞാൻ താലി ഒളിപ്പിച്ചു വെച്ചേക്കുവാ. എന്തേ? ആരോടും പറയണ്ട നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം. അതെന്താ? കുന്തം, ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ട, കേട്ടോ? ഓ, കേട്ടു. മോളെ, അപ്പം നിങ്ങൾ ഒരേ കോളേജിലാണോ? അതേ പാറുമേ, ഞാൻ അവിടെ വെച്ച് അറിയണേ. അപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞു? ഏയ് ഇല്ല, അതിപ്പോൾ പറയണില്ല. ശരി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. നീ നേരത്തെ പോയിട്ടോ? ഞാൻ ഇറങ്ങുവാണേ. ഫുഡ് കഴിക്കുന്നില്ലേ? ഏയ് എനിക്ക് വിശക്കണില്ല. അത് പറ്റത്തില്ല, ഫുഡ് കഴിക്കണം. എന്നാൽ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. കഴിച്ചാൽ മതി. പവി ഇന്നലെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഓ, ഇവള് വീണ്ടും തുടങ്ങി. ഇതിപ്പോൾ എത്രാമത്തെ തവണയാ? ഇന്നലെ ഒന്നും പഠിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ അയാളുടെ വാക്കിൽ പേടിച്ചു പോയോ? അയാൾ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. നമ്മളിത് എത്ര കണ്ട. നീ ഇങ്ങ് വന്നേ. അവരെ ക്ലാസ്സിൽ കയറി എല്ലാവരും അവരെ സയാമീസ് ഇരട്ടകളെ കണ്ട ഫീലിൽ നോക്കുവായിരുന്നു. അതൊക്കെ മൈൻഡ് ചെയ്യാതെ അവരവരുടെ ലോകത്ത് തന്നെ സമയം ചിലവഴിച്ചു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓ, എത്തിയോ? പവി മനസ്സിൽ ചിന്തിച്ചു. ഇന്ന് തൊട്ട് നമ്മൾ ക്ലാസ്സിൽ തുടങ്ങുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരു മടിയും വിചാരിക്കരുത്, കേട്ടല്ലോ? ഇന്ന് പഠിപ്പിച്ചതിൻ്റെ കാര്യം നാളെ ഞാൻ ചോദിക്കും. ഒരു ദയയും എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നീൽ ക്ലാസ് എടുത്തു. അന്നേരമാണ് പവി ശ്രദ്ധിക്കുന്നത്. നീലിനെ വായി നോക്കിയിരിക്കുന്ന പെൺകുട്ടികളെ കാണുന്നത്. ഒരു ഉളുപ്പുമില്ലാതെ നീലിനെ വായി നോക്കുന്നതാണ് കണ്ടത്. ഇവറ്റകൾക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ? അതിനു മാത്രം അയാൾക്ക് സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. അതും പറഞ്ഞു പവി നീലിനെ നോക്കി. ആ ഒരു നിമിഷം പവിക്ക് നീലിൽ നിന്ന് കണ്ണെടുക്കാൻ സാധിച്ചില്ല. അവൾ അപ്പോഴാണ് അവനെ ശരിക്കും ശ്രദ്ധിച്ചത്. അവൾക്കെന്തോ അവനെ നോക്കുന്നവരോട് അവൾക്ക് അസൂയ തോന്നി. എക്സ്ക്യൂസ് മീ. യെസ് സർ. വേറൊന്നുമല്ല, പവി വായി നോക്കിയിരുന്നപ്പോൾ നീലടുത്തേക്ക് വന്നത് അവൾ അറിഞ്ഞതുപോലും ഇല്ല. അവൻ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. എവിടെ നോക്കിയിരിക്കുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാൽ മതിയെന്ന്. ചുമ്മാ വേഷം കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളണമെന്നില്ല, കേട്ടല്ലോ? അത് സർ, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാ പിന്നെ പറ. അത് അറിയില്ല സർ, വേറെ ചോദിക്കൂ. അവളുടെ പറച്ചിൽ കേട്ട് നീല അവളെ രൂക്ഷമായി നോക്കി. സ്റ്റുഡൻസൊക്കെ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. കുറേ അഹങ്കാരം പിടിച്ച പെണ്ണുങ്ങൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവർ പവിനെ പറ്റി പിറുപിറുക്കുന്നതും ആജ്ഞ കേട്ട് അവൾക്കങ്ങ് എരിഞ്ഞു കയറി. പക്ഷേ അതവൾ കഴിയുന്ന രീതിയിൽ അടക്കി പിടിച്ചു. ഓക്കെ, ദെൻ വാട്ട് ഈസ്? അതും അറിയില്ല സർ. പിന്നെ എന്ത് ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു എന്നാ പറഞ്ഞേ? ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടി ചെയ്യാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. മര്യാദയ്ക്ക് നാളെ 100 വട്ടം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എഴുതണം, കേട്ടല്ലോ? ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറണ്ട. ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം മൈ ക്ലാസ്. ഓക്കെ സർ. പവിക്ക് ചെറിയ രീതിയിൽ സങ്കടം വന്നു എങ്കിലും ഒന്നും പുറത്തു കാണിച്ചില്ല. നീലിനെ കുറെ ചീത്ത പറഞ്ഞ് പുറത്തേക്ക് പോയി. ആരും കാണാതെ അന്നയ്ക്കൊരു ടാറ്റയും കൊടുത്തു. നിനക്കിത് എങ്ങനെയാണ് ഉവ്വേ പറ്റണേ എന്ന രീതിയിൽ തിരിച്ചന്നെ ആക്ഷൻ കാണിച്ചു. പവി സൈറ്റടിച്ച് കാണിച്ച് പുറത്തേക്ക് പോയി. പവിനെ അപ്പോഴും ഒരു ജോഡി കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പവി പുറത്തുനിന്നും അടുത്തതുകൊണ്ടും അടുത്ത പീരീഡ്സ് ക്ലാസ്സിൽ അന്ന് ആരോ പറയുന്നത് കേട്ടതുകൊണ്ടും നേരെ അവളുടെ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. ചേട്ടാ, 2 കട്ട്ലേറ്റ് ഈ ടേബിളിൽ വെച്ചോളൂ. അവൾ കട്ട്ലേറ്റ് കഴിക്കുന്നത് നോക്കി ഏറ്റവും ബാക്കിൽ ഒരു ടേബിളിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവനെന്തോ സംതൃപ്തിയിൽ പുഞ്ചിരിച്ചു. ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചു. പവി അതൊന്നും ശ്രദ്ധിക്കാതെ തീറ്റയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ബെല്ലടിച്ച് കുറച്ച് കഴിഞ്ഞ് പുറത്തൊരടി വീണത് തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് 32 പല്ലും കാണിച്ച് ചിരിക്കുന്ന അന്നയെയാണ്.
പവി ആ ചിരി പാടെ പുച്ഛിച്ച് തള്ളി. എന്നതാടി കൊച്ചെ, മുഖം ഒരു കൊട്ടക്കണക്കെ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല. എന്നതാടി കൊച്ചെ, നീ കാര്യം പറ പവി. അതെ, ആ മുന്നിലിരുന്ന പെണ്ണുങ്ങളെ ആ മരം കൊണ്ടനെ വായി നോക്കുന്നത് കണ്ടു നീ? ഒലിപ്പിച്ചിരിക്കുമായിരുന്നു ശവം. അല്ല, അതിന് നിനക്കെന്താ? നിനക്ക് നീലേട്ടനെ ഇഷ്ടമല്ലല്ലോ. അതല്ല, ഒന്നുമില്ലെങ്കിലും അയാളെൻ്റെ കെട്ടിയോനല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ എൻ്റെ പൊന്നോ. അറിയാതെ വായിൽ നിന്ന് വന്നതാ. ഇനി നാളെ എങ്ങനെ എഴുതും? ഭയങ്കര വലിയ ആൻസർ തന്നെ. ഞാൻ കണ്ടു നീലിനെ വായി നോക്കി ഇരിക്കുന്ന നിന്നെ. ആര്? ഞാനോ? എപ്പോ? ചുമ്മാ നുണ പറയല്ലേ. നീ കിടന്ന് ഉരുളണ്ട. പവിയൊന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിയിരുന്നു. ഇതെല്ലാം കേട്ട് പുറകിലിരുന്ന ആളിൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പവിയെ കാണുമ്പോൾ വീണ്ടും വീണ്ടും തിളങ്ങുകയായിരുന്നു. പിന്നെ നിന്നോട് നീലേട്ടൻ സ്റ്റാഫ് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഓ, ഇനി എന്ത് മാറണാണോ? നീ ക്ലാസ്സിൽ പൊക്കോ, ഞാൻ വന്നോളാം. അത് പറഞ്ഞ് പവി സ്റ്റാഫ് റൂമിലേക്ക് പോയി. അന്ന പവിയുടെ അടുത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ ഫോണിൽ ഗിരിയേട്ടൻ എന്ന നമ്പറിലേക്ക് വിളിച്ചു. പവിയുടെ പിറകിൽ ആ തിളങ്ങുന്ന കണ്ണുകളുടെ ഉടമയെ മെല്ലെ നടന്നു. ഒരു നിഴൽ പോലെ അവൻ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പവിയും അന്നയും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തിയ പവി ഒന്ന് നിന്നിട്ട് അകത്തേക്ക് കയറി. ആ നീല കണ്ണുകളിൽ അവൾ മറയുന്നത് കണ്ട് അവൻ തിരികെ നടന്നു. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കമ്മിങ്? യെസ്. എന്ത് സർ വിളിപ്പിച്ചത്? നീ എന്താടി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നത്? നീല അല്പം ഗൗരവത്തിൽ ചോദിച്ചു. പെട്ടല്ലോ കൃഷ്ണ, പവി മനസ്സിലോർത്തു. അവൾ പതറിച്ച് മറിച്ചു വെച്ച് പറഞ്ഞു. ഓ പിന്നെ, ഞാൻ ഇയാളെ ഒന്ന് നോക്കിയല്ല, പിന്നെ നോക്കാൻ പറ്റിയൊരു മോന്താ. പവി പുച്ഛം കൊണ്ട് പറഞ്ഞു. നീ കിടന്ന് ഉരുളണ്ട. മര്യാദയ്ക്ക് ഇനി ക്ലാസ് എടുക്കുമ്പോൾ ബുക്കിൽ നിന്നെങ്ങാനും കണ്ണെടുത്ത നിന്റെ കണ്ണ് ഞാൻ രണ്ടും കുത്തി പൊട്ടിക്കും, കേട്ടോടി ഉണ്ടക്കണ്ണി. ഓ പിന്നെ, ഇയാളെന്നെ മൂക്കിൽ വലിച്ചു കയറ്റും. ഒന്ന് പോടോ, എൻ്റെ പട്ടി അനുസരിക്കും. അവൾ മനസ്സിലാണ് പറഞ്ഞത്. ഓക്കെ സർ, എന്നാ പൊക്കോ. പവി ക്ലാസ്സിലേക്ക് പോയി. ശരിക്കും നീൽ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നറിയോ? നീൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനറിയാതെ പവിനെ ഒന്ന് നോക്കിപ്പോയി. അപ്പം കണ്ടു രണ്ട് ഉണ്ടക്കണ്ണം വെച്ച് തന്നെ നോക്കുന്ന പവിയെ. അവനെന്തോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇനി ശരിയാവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവളോട് അങ്ങനെ പറഞ്ഞത്. അന്നെ ക്ലാസ്സിലിരുന്ന് പവി പറഞ്ഞത് ആലോചിച്ചിരുന്നപ്പോഴാണ് മുഖം രണ്ട് കൊട്ടയ്ക്ക് പിടിച്ചു വരുന്ന പവിയെ കണ്ടത്. എന്താടി, നിനക്കെന്താ പറ്റിയേ? അയാളും ഞാൻ ഇനി നോക്കരുതെന്ന് പോലും. ക്ലാസ് എടുക്കുമ്പോൾ കണ്ണ് ബുക്കിൽ തന്നെ ആയിരിക്കണമെന്ന് എൻ്റെ പൊട്ടി നോക്കും ബുക്കിൽ. അതും പറഞ്ഞ് പവി ബെഞ്ചിലിരുന്നു. അവളുടെ കുശുമ്പ് കണ്ട് അന്ന ചിരിച്ചു. ഇത് നന്നാവില്ല എന്ന് പറഞ്ഞ് ചുമ്മാ ബുക്കിൽ പടം വരയ്ക്കാൻ തുടങ്ങി. പവിയുടെ മുഖത്തെ ദേഷ്യം ഒരു കൗതുകത്തോടെ അങ്ങകലെ നിന്ന് നോക്കുകയായിരുന്ന ആ തിളങ്ങുന്ന കണ്ണുകൾ. പിന്നെ പതിയെ അവളിൽ നിന്ന് ആ കണ്ണ് മാറ്റി അവൻ മുന്നോട്ട് നടന്നു. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് പവി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വരികയാണ്. വരുന്ന വഴിയിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. പവിക്ക് ചെറിയ പേടി തോന്നി. ആകെ ഒരു വിജനമായി കിടക്കുന്ന സ്ഥലമായിരുന്നു അത്. അവൾ പോകുന്ന വഴിയിൽ രണ്ടുപേരും മദ്യപിക്കുന്നത് കണ്ടു. പവിക്ക് പേടി തോന്നി. അന്നേരം അതിലൂടെ ഒരു ഓട്ടോ വരുന്നതും കണ്ടു. അതിനെ കൈനീട്ടി നിർത്തി അതിൽ കയറി. പക്ഷെ ആ രണ്ടുപേര് അവളെ ഒരു തരം രീതിയിൽ നോക്കിയൊന്ന് പുച്ഛിച്ചു. നീൽ വീട്ടിൽ കുറച്ചു വൈകിയാണ് എത്തിയത്. റൂമിൽ നോക്കിയപ്പോൾ പവി ഇരുന്ന് ഒടുക്കത്തെ എഴുത്ത്. നീലൊന്ന് അവളെ കളിയാക്കി ചിരിച്ചിട്ട് ഫ്രഷാകാനായി പോയി. പവി അവനെ തിരിച്ചും പുച്ഛിച്ചു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. മോളെ എണീക്ക്, കോളേജിൽ പോകണ്ടേ? ആ അമ്മ, എഴുന്നേറ്റു. റൂമിൻ്റെ പുറത്തുനിന്ന് പവിനെ വിളിക്കുകയാണ് പാറുമ്മ. അകത്തു കയറില്ലാത്തത് കൊണ്ട് അവൾ താഴേക്ക് എടുക്കുന്നത് പാറുമ്മ കണ്ടില്ല. പവി എഴുന്നേറ്റ് റെഡിയായി. ഇന്നലെ എഴുതി പാതിരാത്രിയായി കിടന്നപ്പോൾ കൂടാതെ നിലത്തും അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നീലെന്നും രാവിലെ നേരത്തെ പോകും. പവി റെഡിയായിട്ട് കുറച്ചു നേരം പാറുമ്മയെ സഹായിച്ചു. എന്നിട്ട് പോയി. അപ്പോഴും അവൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോളാമെന്നാണ് പറഞ്ഞു പോയത്. അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പിന്നാലെ അവളുടെ നിഴൽ പോലെ ആ നീലക്കണ്ണും ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അവളെ ഇത്രയും നേരം കാത്തുനിന്ന് അവളെ കണ്ടപ്പോഴുള്ളൊരു തിളക്കമായിരുന്നു. പവി ഇവനെ ഒന്ന് കാണുക പോലും ചെയ്തില്ല. അവൾ അറിയാതെ അവളുടെ പിന്നാലെ അവനും ഉണ്ടായിരുന്നു. പവി ബസ് സ്റ്റോപ്പിലെത്തി അന്നയുമായി സംസാരിച്ചു നിന്നു. ആ തിളക്കമുള്ള കണ്ണുകൾ അവർ കാണാതെ ബസ് സ്റ്റോപ്പിൻ്റെ അറ്റത്ത് അവളെ നോക്കി നിൽക്കുകയായിരുന്നു.
അവളെ കണ്ടതിൻ്റെ സന്തോഷം അവൻ്റെ കണ്ണുകളിൽ നീർത്തളമായി മാറിയിരുന്നു. അവർ അങ്ങനെ കോളേജിലെത്തി. അവരുടെ പിന്നാലെ അവനും. ഒരു വേളയിൽ പവി എന്തിനോ തിരിഞ്ഞു നോക്കി. അവൾ പിന്നാലെയുള്ള ആ സുമുഖനെ അവൻ്റെ തിളക്കം നിറഞ്ഞ കണ്ണുകളെ കണ്ടു. ആ ഒരു നിമിഷം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും അവൻ അവളെ മറികടന്നു പോയി. പവി അപ്പോഴും ഒരു സ്വപ്നലോകത്തായിരുന്നു. എവിടെയോ കണ്ടു മറന്ന ആ കണ്ണുകൾ അവൾ ഓർക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അവൾക്ക് കഴിഞ്ഞില്ല. അവളൊന്ന് തലകുടഞ്ഞ് അന്നയുടെ കൂടെ ക്ലാസ്സിലേക്ക് പോയി. സെക്കൻഡ് പീരീഡ് ആയിരുന്നു നീലിൻ്റെ. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് പഠിച്ചല്ലോ എല്ലാവരും? ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ നിന്നും ഒരു ദയയും പ്രതീക്ഷിക്കരുതെന്ന്. ഓക്കെ, ദെൻ യു സ്റ്റാൻഡ് അപ്പ്. നീലൊരു കുട്ടിയെ വിരൽ ചൂണ്ടി വിളിച്ചു. ഹൗ ടു? നീൽ എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡി എന്നെ നീ പഠിച്ചോ? ഏതാണ്ടൊക്കെ. നീ പറഞ്ഞ നീലേട്ടൻ്റെ അല്ല നീൽസാൻ്റെ സ്വഭാവം വെച്ച് ആ പേടിയും ഞാൻ പഠിച്ചു. എടി ഞാൻ പഠിച്ചില്ല, ഞാൻ ഇന്നലെ എഴുതുമായിരുന്നു. പിന്നെ നിനക്കറിയാലോ എൻ്റെ പഠിപ്പ്. പവി നീ തീർന്നു. നീലേട്ടൻ നീൽ സാറ് നിന്നെ ഇന്ന് തീർക്കും. എടി എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, തരുന്നത് മേടിക്കുക, അത്ര തന്നെ. അന്ന പവിനെ പേടിപ്പിച്ചൊരു പരിവമാക്കി. അന്നെ എന്നെ പുറത്ത് വിട്ടാലേ നീയും വരുമോ? ഒന്ന് പോയടി, ഞാനൊന്നും വരില്ല. പൊടി. പവി പേടിച്ച് വിറച്ചിരുന്നു. നീൽ കൃത്യമായി പവീനെ തന്നെ എണീപ്പിച്ചു. ടെൽ വാട്ട് ഈസ്? പവി ആ ചോദ്യം കേട്ട് കിളി പറത്തി നിന്നു. അത് അറിയില്ല സർ. ദെൻ ഹൗ ക്യാൻ? അതും അറിയില്ല സർ. പിന്നെ താൻ എന്തിനാടോ ഇങ്ങോട്ട് വേഷം കെട്ടി എഴുന്നള്ളുന്നേ? മുഖത്ത് കുറേ പൊട്ടി വാരിയടിച്ച് എഴുന്നള്ളിയിക്കണേ. പഠിക്കാൻ തന്നെയാണോ ഇങ്ങോട്ട് വന്നത്, അതോ വേറെ വല്ല പണിക്കാണോ? താൻ മാത്രമേ ഇവിടെ പഠിക്കാതെ വന്നിട്ടുള്ളൂ. നാണമില്ലേ തനിക്ക്? പവിക്ക് നല്ല വിഷമായി. ആ ക്ലാസ് മുഴുവൻ അവളെ നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു. അന്നയ്ക്ക് ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പവി കണ്ണ് നിറയുന്നത് അറിഞ്ഞതും അന്ന ചാടി എഴുന്നേറ്റ് നിന്നു. നീലും പവിയും ആ ക്ലാസ് മുഴുവനും അന്നയുടെ എഴുന്നേൽക്ക് കണ്ട് അവളെ തന്നെ നോക്കി. അന്ന ചാടി എഴുന്നേറ്റ വഴി തന്നെ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. പവി മാത്രമല്ല, ഞാനൊന്നും പഠിച്ചില്ല. അതിന് പവിയൊന്ന് ഞെട്ടി അന്നയെ നോക്കി. അന്ന അവളെ കണ്ണിറുക്കി കാണിച്ചു. പവിയൊന്ന് തിരിഞ്ഞ് നീലിനെ നോക്കി. നീലിന് കാരണം മനസ്സിലായി. പവിനെ വേദനിപ്പിക്കാൻ അന്നയ്ക്ക് ഇഷ്ടമല്ലെന്ന് നീലിന് മനസ്സിലായി. ആ ക്ലാസ് മുഴുവനും അന്നയെയും പവിയെയും നോക്കി. നീല് കുറെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. പവിയും അന്നയും നേരെ ക്യാൻറ്റീനിൽ പോയി. എടി നീ പഠിച്ചു എന്ന് പറഞ്ഞിട്ട്? ഓ പിന്നെ, നിന്നെ രക്ഷിക്കാനൊന്നുമല്ല. അങ്ങനെ പറഞ്ഞാലേ ക്ലാസ്സിൽ നിന്ന് ചാടാലോ എന്ന് വിചാരിച്ചിട്ടാ. അന്ന കയ്യിലിരുന്ന പഴംപൊരി വായിൽ കുത്തിക്കയറ്റി പറഞ്ഞു. അല്ലാതെ ആ ക്ലാസ് ഫുള്ളും എന്നെ കളിയാക്കിയതിന് ദേഷ്യം വന്നിട്ടല്ല അങ്ങനെ പറഞ്ഞത്, അല്ലേ അന്നെ? പവിക്കന്നയെ മനസ്സിലാക്കാൻ ഒത്തിരി നേരമൊന്നും വേണ്ടിയിരുന്നില്ല. അതിനന്ന നല്ല ഒരു ഇളിയങ്ങ് പാസ്സാക്കി. എടി എൻ്റെ മുഖം പുട്ടിയിട്ടേക്കുന്നത് പോലെ തോന്നുമോ? സത്യമായിട്ടും ഞാൻ പുട്ടിയിട്ടിട്ടില്ല. ഇത്തിരി സമാധാനം തരൂ. അവളും അവളുടെ ഒരു കെട്ടിയവനും കൂടി വഴക്കുണ്ടാക്കും. എനിക്ക് എന്തിൻ്റെ കേടായിട്ടാ ഞാൻ ഇടപെട്ടതിൻ്റെ കർത്താവേ? ഇത് നീ എത്രാമത്തെ തവണയാ ചോദിക്കുന്നേ? മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ നിന്റെ വായിൽ പഴംപൊരി കുത്തിക്കയറ്റും ഞാൻ. പവിയൊന്നും മിണ്ടാതിരുന്ന് പഴംപൊരി കഴിച്ചു. ആ കുട്ടി തേവാങ്കിനൊന്ന് വഴക്ക് പറയുമെന്ന് വിചാരിച്ചതാ. എന്നാലും അവൾക്ക് അറിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ കാന്താരിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. നീലതും ചിന്തിച്ച് സ്റ്റാഫ് റൂമിലിരുന്നു. അങ്ങനെ കോളേജൊക്കെ വിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൾ തന്നെയോ നടന്നു വരികയാണ്. അവളുടെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്നലെ കണ്ടവർ വീണ്ടും അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് അവരെ കണ്ടപ്പോഴേ എന്തെന്നില്ലാത്ത ഭയം വന്നു. അവൾ കുറച്ച് സ്പീഡിൽ നടന്നു. അവർ അവളുടെ പിന്നാലെ തന്നെ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അവൾ ഭയന്നാകെ വിയർത്തു. അവൾ കണക്കാൻ തുടങ്ങി. അവളുടെ തളത്തം പതിയെ ഓട്ടത്തിലെത്താൻ തുടങ്ങിയതും മുന്നിൽ ഷൂ ഇട്ട് 2 കാല് കണ്ടതും അവൾ പെട്ടെന്ന് നടത്തു നിർത്തി മുന്നിലെ ആളിനെ നോക്കി. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ്റെ കണ്ണു പോകുന്നിടത്തേക്ക് അവളും നോക്കി. പിന്നാലെ വന്നവർ അവനെ കണ്ട് തിരിഞ്ഞു നടന്നു. അവൾ തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന അവനെ നോക്കി. ഹായ്, ഞാൻ പാർത്തി എന്ന് വിളിക്കും. അവൾ അവൻ്റെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി. ഒന്നുകൂടി മുഖത്തു നോക്കി. എവിടെയോ കണ്ടു മറന്ന കണ്ണുകൾ. അവൾക്ക് ആ കണ്ണുകൾ എന്തെന്നില്ലാത്ത എവിടെയോ ഓർമ്മ പോലെ തോന്നി. ഒരു ഭയം അവനോട് അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പവി എന്ന് വിളിക്കും. അവളുടെ സ്പർശമേറ്റതും അവൻ്റെ മനസ്സ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാൻ പവി പഠിക്കുന്ന കോളേജിൽ തന്നെയാ
പവിയുടെ സീനിയറാണ്, ലാസ്റ്റ് ഇയർ. ആ, ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ന് രാവിലെ കണ്ടതാ. പവിയുടെ വീട് ഇതിലൂടെയാണോ? അതെ, കുറച്ച് പോണം. ഞാനും അങ്ങോട്ടാ, എൻ്റെ വീടും ആ വഴിയാ. എന്തായാലും ഒറ്റയ്ക്ക് പോവേണ്ട, ഞാനും കൂടെ വരാം. ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. ഓക്കെ. പവിക്ക് ശരിക്കും ഒരു ആശ്വാസമായി, പാർത്തിക്ക് സന്തോഷവും. പവിയുടെ വീട്ടിലേക്കുള്ള വഴിയുടെ എതിരെയുള്ള വഴിയിൽ കൂടെ പോണം പാർത്തിക്ക് പോകാൻ. എൻ്റെ വഴി ഇങ്ങോട്ടാ, ശരിയെന്നാ. അതും പറഞ്ഞ് പവി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൾ പോകുന്നത് കണ്ടൊരു ചെറുചിരിയോടെ അവനും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും. അതെ, ഒരു മിനിറ്റ്. എന്താ പവി? അതല്ല, ഇതിനു മുൻപ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് നല്ല പരിചയം തോന്നുന്നു. പാർത്തിക്കിനത് കേട്ടതും സന്തോഷം കൊണ്ട് നിൽക്കണോ അതോ ഓടണോ എന്ന അവസ്ഥയായി. ഒരുവിധം നിന്നിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാനെന്താ വിളിക്കണ്ടേ? പാർത്തി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് വിളിച്ചോ. എന്ന് ഞാൻ പാർത്തിയേട്ടാന്ന് വിളിക്കട്ടെ? ഒന്നുമില്ലെങ്കിലും എന്നെക്കാളും മൂത്തതല്ലേ. പിന്നെ എനിക്ക് പാർത്തികേട്ടനെ ഇഷ്ടമായി. അപ്പോൾ ഫ്രണ്ട്സ്. പവി കൈനീട്ടി പിടിച്ചു. പാർത്തിക്ക് വീണ്ടും വീണ്ടും സന്തോഷം വന്നുകൊണ്ടേയിരുന്നു. പാർത്തി പവിക്ക് കൈ കൊടുത്തിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ഞാനെന്നും രാവിലെ വൈകിട്ടും ഇതിലൂടെയാ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പോയാലോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി. പാർത്തി മനസ്സിൽ കണ്ടത് പവി പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് കൂട്ടായി അവരവരുടെ വീട്ടിലേക്കും പോയി. ഒരു ഇരുനില വീടിൻ്റെ അകത്തേക്ക് പാർത്തി കയറി. അവൻ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ. അവൻ വീട്ടിലെത്തിയപ്പോഴേ ഫാദർ എന്ന നമ്പറിൽ വിളിച്ചു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന് ഫാദർ ഉത്തരം പറഞ്ഞു. അവൻ അത് കഴിഞ്ഞ് അവൻ്റെ പ്രിയപ്പെട്ട മുറിയിൽ കയറി ഒരു ഫോട്ടോ എടുത്തു. തൻ്റെ നെഞ്ചോട് ചേർത്തത് വെച്ചു. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു പവി. വൈകാതെ നിന്നെ ഞാൻ എല്ലാം അറിയിക്കും. ആ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാർത്തി കിടന്നു. പവി വീട്ടിൽ വന്ന് ഇന്ന് നടന്ന കാര്യം പറഞ്ഞു. പാർത്തിയുടെ കാര്യം പറയാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ പവി? അവന്മാരെൻ്റെ കയ്യിൽ കിട്ടട്ടെ, കാണിച്ചു കൊടുക്കാം. ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും പാർത്തിയേട്ടൻ വന്നായിരുന്നു. പാർത്തിയേട്ടനോ? അതാരാ? അത് എൻ്റെ കോളേജിലെ സീനിയർ ചേട്ടനാ. എന്തായാലും ഇനി മോൾ ഒറ്റയ്ക്ക് പോകേണ്ട. അച്ഛൻ അല്ലെങ്കിൽ ഗിരി കൊണ്ട് വിറ്റോളും. നീലിന് നേരത്തെ പോകണം, അപ്പോൾ മോളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അയ്യോ, അത് വേണ്ടമ്മേ. ഇനി എൻ്റെ കൂടെ പാർത്തിയേട്ടൻ വരുന്നുണ്ട്. പാർത്തിയേട്ടൻ്റെ വീട് ഇവിടെ അടുത്താ. പാർത്തിയേട്ടൻ്റെ വീട് ഇവിടെ അടുത്താ. ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. പിന്നെ അന്ന ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമല്ലോ. അത് മോളെ ആരായെന്നൊന്നും അറിയാതെ. അതെൻ്റെ സീനിയർ ചേട്ടനാ. പിന്നെ ആ ചേട്ടനൊരു പാവം തന്നെയാ. എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് ഇഷ്ടമല്ല. കുറച്ച് നടന്ന് പിന്നെ ബസ്സിൽ പോയാൽ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്നാൽ മോള് സൂക്ഷിച്ചൊക്കെ പോവണം കേട്ടോ. പോയി ഫ്രഷാവ്, ഫുഡ് കഴിക്കാം. പവി നേരെ റൂമിലേക്ക് പോയി. നീലിതെല്ലാം കേറ്റു മുകളിലുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. പവി വരുന്നത് കണ്ട് നീൽ വേഗം റൂമിലേക്ക് പോയി. പവി നോക്കുമ്പോൾ നീൽ ബാൽക്കണിയിൽ നിൽക്കുന്നതാണ് കണ്ടത്. അവളെ തിരിഞ്ഞ് ഫ്രഷാവാനായി തുടങ്ങിയതും കാറ്റുപോലെ നീൽ വന്ന് പവിയുടെ അരയിലൂടെ കൈയിട്ട് മറ്റേ കൈകൊണ്ട് അവളെ വീഴ്ത്താതിരിക്കാൻ അവളുടെ തലയുടെ പിൻഭാഗത്ത് കൊച്ചുകുട്ടികളെ പോലെ പിടിക്കുന്നത് പോലെ അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി പറഞ്ഞു. ആരാ പവി അത്? നീൽ നല്ല ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത്. പവിയുടെ കിളികൾ ഓൾറെഡി കൂടും കൊടുക്കുകയും എടുത്തൊരൊറ്റ പോക്കായിരുന്നു. അവളുടെ കണ്ണിപ്പോൾ പുറത്തു ചാടുമെന്ന അവസ്ഥയായി. അവളുടെ നിൽപ്പ് കണ്ട് അവൻ അവളുടെ വയറിലൊരു കുഞ്ഞു നുള്ളു വെച്ചു കൊടുത്തു. പവി ഞെട്ടിപ്പിടഞ്ഞ് നീലിനെ നോക്കി. പറ, ആരാന്നാ ചോദിച്ചേ? അത് ആരോ അവിടെ, എനിക്കറിയില്ല അവരെ. പവി കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞു പറഞ്ഞു. ഇനി നീ എൻ്റെ കൂടെ വന്നാൽ മതി. അയ്യോ, അത് വേണ്ട. കോളേജിൽ എല്ലാവരും അറിയും. പിന്നെ നാളെ തൊട്ട് പാർത്തിയേട്ടനുണ്ടാവും എൻ്റെ കൂടെ. അന്ന ബസ് സ്റ്റോപ്പിലും ഉണ്ടാവും. പിന്നെ ഇയാൾക്ക് നേരത്തെ പോകണ്ടേ? അവൾ വെപ്രാളപ്പെട്ട് പറഞ്ഞു. ആരാ പാർത്തി? നീൽ സംശയത്തിൽ ചോദിച്ചു. അത് എൻ്റെ ഫ്രണ്ടാണ്, കോളേജിലെ സീനിയർ ചേട്ടനാ. നീലൊന്ന് ആലോചിച്ചു. എന്നിട്ട് അവളിൽ നിന്ന് പിടിവിട്ടു. അല്ല, ഇയാളെന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എന്നെ ഇഷ്ടമല്ലല്ലോ. പവി നീലിനോടായി ചോദിച്ചു. നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ കടമയായത് കൊണ്ട് മാത്രം. ഇയാളെന്താ ഓന്തിൻ്റെ കൊച്ചുമോനോ ഇത്ര പെട്ടെന്ന് നിറം മാറാൻ? ഒന്ന് പോടോ ഊളേ. അതും പറഞ്ഞ് പവി ബാത്റൂമിലേക്ക് ഒറ്റ ഓട്ടം. കാണിച്ചു തരാടി പല്ലിക്കുഞ്ഞേ. അങ്ങനെ ആ ദിവസം കടന്നുപോയി.